ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ആവണയങ്കാട്ടേക്ക് എത്തി. ആവണയങ്കാട്ട് ഒരു ഭയങ്കര തണുപ്പാണ് കേട്ടോ. എന്താ പറയുക, ആവണയങ്കാട്ട് വിഷ്ണുമായ ഭഗവാനോടാണ് കേട്ടോ ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം പറയാം. വിഷ്ണുമായയുടെ അടുത്താണ്. വിഷ്ണുമായാണ് എൻ്റെ എല്ലാം. ഞാനേ എൻ്റെ മുട്ടി ഒന്ന് കുഞ്ചിരോമം ഒന്ന് കെട്ടിവെക്കട്ടെ. കണ്ണട ഇങ്ങനെ ഇച്ചപ്പോൾ സമാധാനം. കുഞ്ചിരോമം ഒന്ന് കെട്ടിക്കട്ടെ, അല്ലെങ്കിൽ ഒരു നമ്മൾ കുളി കഴിഞ്ഞ വഴിക്കാണല്ലോ ഇറങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ മുടി ഇങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ മുടിയൊക്കെ കഴിച്ചിടണത്. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഞാൻ ചീർപ്പൊന്നും എടുത്തില്ലടോ. എന്ത് ചീർപ്പ്. അപ്പോൾ ഈ അങ്ങോട്ട് കെട്ടിവെച്ചാൽ നമുക്കും സമാധാനം, കാണുന്നവർക്ക് സമാധാനം. ഈ കുറച്ച് സാധനമൊക്കെ ഇങ്ങനെ ഇടാം, വേണമെങ്കിൽ കിടന്നോട്ടെ അല്ലേ. ഇനി കൂളിംഗ് ഗ്ലാസ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സാധാരണ കണ്ണട വയ്ക്കാം. എന്തിനാണെന്നല്ലോ, ഇവിടെ കുഴപ്പമില്ല. കുറച്ച് നേരം എല്ലാവരോടും സംസാരിച്ചൊക്കെ നിൽക്കാനുള്ളതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ അങ്ങനെ ഇതൊക്കെ ചെയ്തു. ചേട്ടാ വെള്ളം കൊണ്ടുപോയാ? ഇല്ല. വെള്ളം കുടിക്കട്ടെ തിരി. ബാഗ് ഇവിടെ വയ്ക്കാം, പോയിട്ട് വരാം. നടക്കുകയാണ്, അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതാണ് വിഷ്ണുമായ ക്ഷേത്രം. നല്ല തിരക്കാണ്, ഇപ്പോഴും നല്ല തിരക്കുള്ള ക്ഷേത്രമാണ് വിഷ്ണുമായ. ആവണയങ്കാട്ട് വിഷ്ണുമായ. നടന്ന് കയറുകയാണ്. ഞങ്ങളിവിടെ ക്യൂവിൽ നിൽക്കണം. അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള ക്യൂവിലാണ് നിൽക്കണത്. എന്നോട് അവിടെ പോയി നിൽക്കാൻ പറയാണ്. നല്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല തിരക്ക് കുറവാണ്. ഞാൻ എന്താ ഇവിടെ ഒരു സീറ്റ് ഉറപ്പിച്ച് ഇരിപ്പാണ്. കാരണം ഇതവിടെ ഞങ്ങൾ എന്താ പറയുക, ചെറുപ്പം തൊട്ട് നമ്മളിവിടേക്ക് വരുന്നൊരു ക്ഷേത്രമാണ്. ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നമ്മളെ കൊണ്ടുവരാറില്ല. മുതിർന്നവർ മാത്രമാണ് വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ മുതിർന്നൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വന്നു തുടങ്ങി. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനമാണ്. പിന്നെ നമ്മളിവിടുത്തെ അന്നദാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകാറ്. തൊഴുത് കഴിഞ്ഞിട്ട് പോവും. അത്രയും എന്താ പറയുക, ആവണയങ്കാട്ട് വിഷ്ണുമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ഒരു ഗ്രന്ഥമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ചിത്രങ്ങൾ, ഒരു ഭാഗത്ത് ചിത്രങ്ങൾ, കൂടിവാക, മഹാദേവൻ, അങ്ങനെ ആ ചിത്രങ്ങൾ, ഒരു വീടിൻ്റെ നമ്മളതിൻ്റെ ശ്ലോകമായിട്ടുള്ളൊരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും താഴെയുള്ള ഒരു അമ്മായി അതെടുത്തു. അതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവരാവശ്യപ്പെട്ട് അവരത് എടുത്തുകൊണ്ട് പോയി. പിന്നീട് അത് നമുക്ക് തിരിച്ചു കിട്ടിയില്ല, നമ്മുടെ കയ്യിലേക്ക് അത് തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഗ്രന്ഥമുള്ള ബുക്ക് ഇത്രയും അങ്ങനെ അധികം ആരുടെയും കയ്യില്ല. പക്ഷെ അത് ഞങ്ങളുടെ കൈകളിലുണ്ടായിരുന്നു. അതാ ഞങ്ങൾ എല്ലാ മാസവും നമ്മൾ ഭാഗവതവും രാമായണമൊക്കെ ഇങ്ങനെ ഒരു പകുത്ത് വായിക്കുന്നത് പോലെ തന്നെ ഈ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ആ പുസ്തകം നോക്കിയിട്ട് വായിക്കും. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ഭാഗ്യം എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് അപ്പോൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. പിന്നെ ചിത്രങ്ങളോടുകൂടി, ഒരു ഭാഗത്ത് ചിത്രം, ഒരു ഭാഗത്ത് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കുട്ടികളായിരുന്നപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ നോക്കി കഥകളുണ്ട് വിഷ്ണുമായുടെ, ഒരുപാട് കഥകൾ. അപ്പോൾ ആ കഥകളിൽ ഇങ്ങനെ കത്തുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ചിത്രത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വായിപ്പിക്കും, ആ ശ്ലോകങ്ങളൊക്കെ നമ്മളെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു അച്ഛനും അമ്മയും. അപ്പോൾ അങ്ങനെ എല്ലായ്പ്പോഴും നമുക്കതൊരു പ്രാർത്ഥനയായിരുന്നു. വിഷ്ണുമായുടെ വലിയൊരു ഫോട്ടോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, തറവാട്ടിൽ. അപ്പം തിരുവുള്ളക്കാവിലത്തെ തറവാട്ടിൽ.
അപ്പോൾ നമ്മളതൊക്കെ നോക്കി, അതൊക്കെ പ്രാർത്ഥിച്ച് വിളക്ക് വയ്ക്കാം. പിന്നെ പ്രാർത്ഥനയായിരുന്നു ഇഷ്ടമായി. ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, പരീക്ഷകൾ ജയിക്കാൻ. അങ്ങനെ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ തന്നെ ഇങ്ങനെ. പിന്നെ ഞങ്ങൾ വലുതായി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടൊക്കെ ശരിക്കും ഞങ്ങൾ തനിച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഇത് അവിടുത്തെ വീടിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ, ഒരു സൈഡ് മാത്രമാണ് ഇത്. പിന്നെ ഇവിടെ നല്ല നല്ല തണുപ്പാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ്. ഇതൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ അവിടെ എന്തൊക്കെയോ അങ്ങനെ തൊഴുത്തൊക്കെ ഉണ്ട്, പെരുക്ക്. പിന്നെ ഒരു കുഞ്ഞ് ചക്ക ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളിന്നോ എന്തൊക്കെയോ ആണ് ചക്കയുടെ പേര് തോന്നുന്നത്. ചക്ക അതേണ്ട ചക്കൻ്റെ ജീവനാണ് ചക്ക. അങ്ങനെ വരിയൊക്കെ മൂവായി തുടങ്ങി. ഏട്ടൻ വരുന്നുണ്ട്. ഏട്ടൻ വന്നിട്ട് അങ്ങോട്ട് കയറാം. അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്സൊക്കെ കയറി കുറച്ച് മുകളിലേക്ക് പോകണം. ഫസ്റ്റ് ഫ്ലോറിലാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ, കാരണം അധികം വെയിറ്റിംഗ് വരില്ല നമ്മളുടെ ഒക്കെ ഫുഡ് കഴിക്കാൻ. ഭക്ഷണം കഴിക്കുകയാണെ സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, പുള്ളിക്കറിയുണ്ട്, ബീട്രൂട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ചോറ്, സാമ്പാർ, പപ്പടം, പുള്ളിക്കറി, പിന്നെ മോരുണ്ട്, ബീട്രൂട്ടുണ്ട്, കൊണ്ടാട്ടം വറുത്തതുണ്ട്. ചൂട് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്നെടുത്തതാണേ. കേട്ടോ, കുറേ ഇത് നമ്മുടെ ആനക്കാട്ട് കളരിയുടെ രൂപങ്ങളാണ് കേട്ടോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതാണ് കളരിയുടെ രൂപങ്ങളാണേ. നന്നായിട്ടുണ്ട്. ഞാൻ 4 പുറത്തേക്കും ചെല്ലാം. 4 പുറത്തും ചെന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് നമുക്ക് മനസ്സിലാവും. ഭക്ഷണം കഴിച്ചു. ഇനി ഒന്നുകൂടെ പോയി തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. നമ്മളിവിടെ തൊഴലൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ആവണേങ്കട്ടുന്ന് തിരിച്ചിറങ്ങി. ഇനി നമ്മൾക്ക് നേരെ വീട്ടിലേക്ക് തന്നെ. വേറെ പരിപാടികളൊന്നുമില്ല. എവിടെയും പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ചെരുപ്പിടട്ടെ. ചെരുപ്പിടുക എന്ന് പറയുന്നത് ഒരു പണിയാണ്. കൽപ്പന ചെയ്യാനായിട്ട് നമ്മൾ ടോക്കൺ എടുക്കണം. ടോക്കണൊക്കെ എടുത്തു കഴിഞ്ഞാൽ കൽപ്പന പറയും. വിശ്വാസം ഇളവൊക്കെ നല്ലതാണ്. ഭയങ്കര വിശ്വാസമാണ്. ഇഷ്ടമായി. ഇവിടെ കണ്ടോ നിറച്ച് കൊക്കാണ് കേട്ടോ. പാടത്ത് നിറച്ച് കൊക്ക് വന്നിരിക്കുന്നത് കാണുമ്പോൾ രസമായിട്ട് എടുത്തതാ. അപ്പം അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.